സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തിച്ചേരുന്നതാണ്. എന്തായാലും ഓണ പെൻഷൻ ഇപ്പോൾ 2000 രൂപ തന്നെ, അത് നേരത്തെ വിതരണം ചെയ്യുന്നു. 25 മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. വെള്ളിയാഴ്ച മുതൽ കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ചില സ്ഥലങ്ങളിൽ സർവീസ് സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സർവീസ് സഹകരണ ജീവനക്കാർ മനഃപൂർവ്വം ഇത് താമസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓണത്തിന് പെൻഷൻ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിതരണക്കാർ ആരായെങ്കിലും വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അവരെ നിങ്ങളൊന്ന് വിളിച്ചു നോക്കണം. പെൻഷൻ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തി ഉണ്ടെങ്കിൽ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ സർക്കാർ വിതരണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തിയിട്ടുണ്ട്. ട്രഷറി മുഖാന്തരം തുക കൈമാറി എടുക്കേണ്ട ഒരു താമസം മാത്രമാണ് അവർക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം വീടുകളിലും ആരംഭിക്കുന്നതാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ്. കഴിഞ്ഞ ദിവസമാണ് 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ അറിയിച്ചത്. 59,472 ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 951 കോടി രൂപയും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡിലെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 130,52 ലക്ഷം രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രവിഹിതം ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 8,46,486 ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതം, അതായത് 300, 200, 500 കുറവുണ്ടാകുന്നത്. അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 26,76 ലക്ഷം രൂപ കൂടി സംസ്ഥാന സർക്കാർ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അത് കേന്ദ്രവിഹിതമാണ്, കേന്ദ്രം നൽകേണ്ട തുകയാണ്. കുറച്ച് കാലമായിട്ട് കേന്ദ്രം ആ ഒരു തുക നൽകാത്തതുകൊണ്ട് സംസ്ഥാന സർക്കാർ അത് മുൻകൂറായി ഈ പെൻഷൻ വിതരണത്തോടൊപ്പം തന്നെ അനുവദിക്കുകയാണ്. പക്ഷേ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് ഒരാഴ്ച വരെ അത് താമസിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ ആ പെൻഷനും ആ ഒരു കുറവുള്ള തുക കൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ പെൻഷൻ കിട്ടിയിട്ടുള്ളവരെല്ലാം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.